ചർച്ചിനേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ വളരെ ഒരു നമ്മുടെ സ്വന്തം മാതൃസഭയിൽ പോകുന്നത് പോലെ ഒരു അനുഭവം ഞങ്ങൾക്ക് അനുഭവിച്ചു. എന്നാൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കൊട്ടാരക്കര വരുമ്പോൾ പ്രത്യേകിച്ച് പാസ്റ്ററേയും കുടുംബത്തെയും ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. 8 മണിക്ക് ആരംഭിച്ച മീറ്റിങ്ങിൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവദാസന്മാർ ഇവിടെ നിന്ന് സ്തോത്രം ഇങ്ങനെ ആരാധനയ്ക്ക് നേതൃത്വം വയ്ക്കുന്നൊരു ചെറിയ കാര്യമല്ല. സ്തോത്രം കർത്താവ് കൊടുത്തൊരു കൃപയാ. ഇതുവരെയും നമ്മൾ ആ സാന്നിധ്യം അനുഭവിച്ചു. ഇനി നമുക്ക് വചനത്തിലേക്കൊന്ന് പ്രവേശിക്കാം. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യെശയ്യാ പ്രവാചകന് ലഭിച്ചതായ ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ പ്രവചന പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന പ്രയോഗ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വഴി, ഇമ്മാനുവേൽ, ദാസൻ, മുള, ഇളയ തൈ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു, അങ്ങനെ അനവധി പ്രവചന പ്രയോഗ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവദാസന്മാരൊക്കെ കർത്തൃമേശയിൽ വായിച്ചു വിടുന്ന വചനഭാഗമാണ് യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഇത് ആരെ കുറിച്ചാ യെശയ്യാവ് പ്രവചിച്ചത്? ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചാ. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുക. അന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന് ലഭിച്ച ഉന്നതമായ വെളിപ്പാട്. ഇന്ന് പകൽ സ്തോത്രം എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ചിന്തിച്ചുകൊണ്ട് വേഗത്തിലിരിക്കാം. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? സ്തോത്രം. കർത്താവിൻ്റെ ഭുജം വെളിപ്പെട്ടത് കൊണ്ടല്ലേ ഇന്നിവിടെ വന്നേ? കർത്താവിൻ്റെ കരം അനുഭവിച്ചത് കൊണ്ടല്ലേ കർത്താവ് ഇന്നിവിടെ കൊണ്ടുവന്നേ? അങ്ങനെയെങ്കിൽ സ്തോത്രം നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം. യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ഭുജമേ, ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. മോശയും ഇസ്രായേൽ ജനവും ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോൾ ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന ദൈവജനം ഇപ്പോൾ നിൽക്കുന്നത് എവിടാ?
ചെങ്കടലിന്റെ കരയിലാ. അവരെ മുന്നോട്ട് വിടാത്ത രഹബിന്റെ ശക്തി, അവരെ മുന്നോട്ട് വിടാത്ത മഹാസർപ്പത്തിന്റെ ശക്തി, അതിനെ ഇറങ്ങി വെട്ടിയതും അതിനെ ഇറങ്ങി കുത്തിയതും യഹോവയുടെ ഭുജമേ നീയാ. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടി ഉണരണമേ. എത്ര പേർ വിളിച്ചു പറയോ, ഞങ്ങൾക്ക് വേണ്ടി ഉണരണമേ. ഞങ്ങളെ മുന്നോട്ട് വിടാത്ത ദുഷ്ട ശക്തികൾ, ഞങ്ങളുടെ തലമുറയെ മുന്നോട്ട് വിടാത്ത അന്ധകാര ശക്തികൾ, ആമേൻ, ഞങ്ങളുടെ നന്മയെ തകർക്കുന്ന രഹബിന്റെ ശക്തികൾ, ഞങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന മഹാസർപ്പത്തിന്റെ ശക്തിയെ ഇറങ്ങി വെട്ടുന്ന ദൈവത്തിന്റെ കരം. ഞങ്ങളെ രോഗികളാക്കി മാറ്റുന്ന, ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ദുഷ്ടശക്തികളെ യഹോവയുടെ ഭുജമേ നീ ഇറങ്ങി വന്ന് വിടുവിക്കണമേ. യഹോവയുടെ കരമേ. സ്തോത്രം. യെശയ്യാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. യെശയ്യാവ് പ്രാർത്ഥിച്ചതാ, യഹോവയുടെ ഭുജമേ ഉണരുക. സ്തോത്രം. ഇവിടെ യെശയ്യാവ് പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനയുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 1-2 ഞാനത് പറഞ്ഞു വിടാം. യെശയ്യാവ് ആവലോടെ കരഞ്ഞ പ്രാർത്ഥനയാ. അയ്യോ യഹോവേ, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം തീയിൽ ചുള്ളി കത്തുന്നതുപോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നതുപോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവേ, നീ ആകാശം കീറി മുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ. ഒരു ഭക്തൻ കരഞ്ഞാൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരുമോ? ഒരു ഭക്ത കരഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരുമോ? ഇറങ്ങി വരും മക്കളെ, കർത്താവ് ഇറങ്ങി വരും. നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ചെറുതോണിയിലായിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ട് വന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ചിന്ത ഇടുക്കി ഹൈറേഞ്ചിനേക്കാളും ഒത്തിരിയും കൂടെ സമൃദ്ധിയായിട്ട് ജീവിക്കാം, നല്ല ആഹാരമൊക്കെ കഴിക്കാം, നമ്മുടെ നാട്ടിലല്ലേ നല്ല ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രതീക്ഷയോടൊക്കെ വന്നു. കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പുതിയ സഭ തുടങ്ങി, പുതിയ ചർച്ച എടുത്ത് പ്രവർത്തനം തുടങ്ങിക്കൊണ്ട് പക്ഷേ ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല, ആരും ഞങ്ങൾക്ക് തരാനില്ല. ആഹാരം കഴിക്കാറായ 2 ആൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ പാർക്കുന്ന വീടിൻ്റെ അടുത്തൊരു അംഗൻവാടിയിലെ ടീച്ചറുണ്ട്. ഈ ടീച്ചറിന് അമൃതയുടെ പൊടി കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് പോകും. 2 കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നിട്ട് പോകും. അവർക്കറിയില്ല ഞങ്ങൾ പട്ടിണിയാണെന്ന്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണ്. ഞങ്ങൾ കുറുക്കുണ്ടാക്കും, പുട്ടുണ്ടാക്കും, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അവരതങ്ങ് മടുത്തു. അതിനൊരു ചെറിയൊരു കമർപ്പുണ്ട്. അവർ പറഞ്ഞു, മമ്മി പപ്പ എവിടെയെങ്കിലും ജോലിക്ക് പോകും, ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. സ്തോത്രം. പക്ഷേ ആ സമയത്തൊക്കെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഒരു ശനിയാഴ്ച ദിവസം അച്ഛൻ വിസിറ്റിങ്ങിന് പോയി. ഞാൻ ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, പുസ്തകം പഠിപ്പിക്കുക, വാക്യങ്ങൾ പഠിപ്പിക്കുക, സ്കൂളിലെ ബുക്ക് എടുക്കാറേ ഇല്ല. അങ്ങനെ ഈ 2 പേരെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ ഇവർ പറഞ്ഞു, മമ്മി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പട്ടിണിയാണ്, ഞങ്ങൾക്ക് പറ്റില്ല. ഞാനെന്ത് ചെയ്തു, എൻ്റെ 2 കാലയിലും 2 പേരെ അങ്ങ് കിടത്തിയിട്ട് ഇങ്ങനെ തലയിലോട്ട് ഇങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ആമേ, എൻ്റെ യേശുപ്പാ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ അച്ഛൻ വരുമ്പോൾ ആഹാരം എന്തെങ്കിലും കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ ചിന്തയിൽ 1 കവർ ബിസ്ക്കറ്റെങ്കിലും കൊണ്ടുവരും. ബിസ്ക്കറ്റ് കഴിക്കേണ്ട പ്രായമൊന്നുമല്ല. പക്ഷേ 1 മണിക്ക് വന്നു, കയ്യിലൊന്നുമില്ല, കരത്തിലൊന്നുമില്ല. ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കും. ഞാൻ എന്ത് ചെയ്തു, അമ്മ അച്ഛൻ വന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്നു. ദൈവത്തോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, കർത്താവേ, നീതിമാൻ ഒരു പക്ഷേ കൈ നീട്ടേണ്ടി വന്നാലും നീതിമാന്റെ സന്തതി അപ്പമിറക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരണം. ഞാൻ ഉരുവിട്ട വചനം ഇതാണ്, തീയിൽ ചുള്ളി കത്തുന്നത് പോലെയോ തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയോ മലകൾ നിന്റെ മുൻപിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി മുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ. കർത്താവ് ഇറങ്ങി വരും. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വാതിക്കൽ വന്ന് മുട്ടുക.
ഞങ്ങൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞങ്ങൾ പാർക്കുന്ന വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ ആൻറ്റിയാണ്. ആൻറ്റിയുടെ ഭർത്താവും മക്കളൊക്കെ സൗദിയിലാണ്. ആൻറ്റി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു. ഗസ്റ്റിന് വേണ്ടുന്ന ആഹാര സാധനമെല്ലാം ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ ആഹാര സാധനം വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഞങ്ങൾ പറഞ്ഞു, കൊണ്ടുവന്നു ആൻറ്റി. യെസ്, സ്വത്രം. ആഹാര സാധനം എല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത വിഭവസമർത്ഥമായ ആഹാരം. സ്വത്രം. ആൻറ്റി പോയി വാതിൽ കുറ്റിയിട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് ഗസ്റ്റിന് വേണ്ടി ഓർഡർ ചെയ്തതല്ല, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് കരുതിയതാ. ആ ഗസ്റ്റിന് വേണ്ടി അല്ല മക്കളെ ഓർഡർ ചെയ്തത്. കരീത്തോടുള്ള വെള്ളം വറ്റും കാക്കയുടെ വരവ് നിൽക്കും. ഉയരത്തിലെ ശക്തി ഇന്നും നിന്ന് പോയിട്ടില്ല, ഇന്നും നിന്ന് പോകത്തില്ല. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പൂർണ്ണമായി വിശ്വസിക്കുമോ? നിന്റെ മുൻപിൽ സാധ്യതകളൊന്നുമില്ല, നിന്റെ മുൻപിൽ ഒരു സാധ്യത പറയാനില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ഉയരത്തിലെ ശക്തി നിന്ന് പോയിട്ടില്ല. എത്ര പേർ ആഴമായി വിശ്വസിക്കുന്നു? നമുക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം. ഓ കർത്താവേ, ഇന്ന് രാപ്പകൽ നീ ഇറങ്ങി വാ, തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വാ. യഹോവയുടെ ഭുജമേ ഉണരണമേ, യഹോവയുടെ കരമേ ഉണരണമേ. യേശുവേ, നിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ. ഓ രാബ സിഖാബാലബ. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. അന്നത്തെ പോലൊരു നല്ല കാലം. സ്തോത്രം. പിതാക്കന്മാരുടെ കാലത്തെ പോലൊരു നല്ല കാലം. അന്ന് ആരാധനയുണ്ടായിരുന്നു, ഐക്യതയുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, ദൈവസാന്നിധ്യമുണ്ടായിരുന്നു, അത്ഭുതങ്ങൾ നടന്നു. അന്ന് ചെയ്ത പ്രവർത്തികൾ ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ഉണരണമേ. സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പോകാം. ഈ ചെങ്കടൽ കടന്ന് അക്കരെ കയറിയതിനെ കുറിച്ച് പ്രവാചകന്മാർക്ക് വ്യത്യസ്തമായ വെളിപ്പാടാണ് കർത്താവ് കൊടുത്തത്. അതിലെ വേഗത്തിൽ നമുക്കൊന്ന് ഓടിച്ചു പോകാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യം. ആമേൻ. ഒന്ന് വായിക്കാം. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ദൈവം സംസാരിച്ചു, മോശേ, മിസ്രൈമിൽ എൻ്റെ ജനം അടിമ നുകത്തിൽ കിടക്കുക, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു, ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുപോകണം. അതെ, ദൈവ ശബ്ദം കേട്ട മോശ ഇറങ്ങിയത് അല്ലേ? കൊട്ടാരത്തിനകത്ത് ചെന്ന് ഫറവോനോട് ജനത്തെ വിട്ടയക്കാൻ പറയുമ്പോൾ മോശയോട് ഫറവോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചേ? കൊട്ടാരത്തിനകത്ത് ഫറവോൻ മോശയോട് ചോദിച്ചു, നിന്റെ ദൈവം ആരാ? മോശയോട് ചോദിക്കുക, നിന്റെ ദൈവം ആരാ? കർത്താവ് പറഞ്ഞു, മോശേ, നീ ഇപ്പം മിണ്ടരുത്. ദൈവം മോശയോട് പറഞ്ഞു, ഇപ്പം നീ മൗനമായിരിക്കണം. ഇപ്പം മൗനമായിരുന്നെങ്കിൽ മാത്രമേ ഈ ജനവുമായി നീ പോകുമ്പോൾ നിന്റെ പുറകിൽ ഫറവോൻ വരണമെങ്കിൽ ഇപ്പോൾ നീ മിണ്ടാതിരിക്കണം. നിന്റെ ദൈവത്തെക്കുറിച്ച് ഇപ്പോൾ നീ മൗനമായിരിക്കണം. ഇന്നലകളിൽ ചോദിച്ചില്ലേ, നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? നിന്റെ ദൈവം ആരാ? നീ വചനം പോയിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചവരുടെ നടുവിൽ നീ ഇപ്പോൾ മൗനമായിരിക്കണം. പക്ഷെ തെളിയിക്കുന്ന സമയമുണ്ട്. ദൈവ പ്രവൃത്തിയുടെ ഒരു സമയമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? രക്തബന്ധങ്ങൾ ചോദിച്ചു, കൂടപ്പുറപ്പുകൾ ചോദിച്ചു, മറ്റുള്ളവർ ചോദിച്ചു, നിന്റെ ദൈവം എവിടാ? സ്തോത്രം. ഇത് ചോദിക്കുമ്പോ
മോശ മൗനമായി. പക്ഷെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ മോശ എവിടെ നിൽക്കുക? ചെങ്കടലിന്റെ കരയിൽ. ചെങ്കടലിന്റെ കരയിൽ മോശ നിൽക്കുന്ന സമയത്ത് താൻ മുട്ടുമടക്കിയിട്ട് ദൈവത്തോട് കരയുന്ന ഒരു അനുഭവമുണ്ട്. കർത്താവേ, എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ, നീയാ എന്നെ വിളിച്ചിറക്കിയേ. ആമേൻ. മോശ മണൽപ്പരപ്പിൽ മുട്ടുമടക്കി നിലവിളിക്കുക, എനിക്ക് പറ്റില്ല മുന്നോട്ട് പോകാൻ. തന്നല്ല പുറകോട്ട് നോക്കുമ്പോ ഫറവോനും സൈന്യം വരിക. എന്തിനാ ഈ ഫറവോനെ വിട്ടെ? ദൈവം പറഞ്ഞിട്ടല്ലേ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുപോകുന്നേ? മുൻപിൽ ചെങ്കടലുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. പുറകിൽ ഫറവോനെ വരുമെന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെന്തിനാ ഫറവോനെ പുറകിൽ വിടുന്നേ? ദൈവം പറയും, മക്കളെ, ഈ ജനം ഈ ചെങ്കടല് കാണുമ്പോൾ ഇവർ പുറകോട്ടോടി പോകാതിരിക്കാനാ ഈ ഫറവോനെ ഞാൻ പുറകിൽ അയച്ചത്. സ്വത്രം പിന്മാറി പോകാതിരിക്കാനാ, നീ പുറകോട്ടോടി പോകാതിരിക്കാനാ. നിന്റെ പുറകിൽ നിൽക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ നിനക്ക് മുൻപോട്ടൊരു ജയമുണ്ട്. മാത്രമല്ല, ദൈവത്തിന്റെ പദ്ധതിയാ ഫറവോനെ ചെങ്കടലിൽ കൊണ്ടുവരണമെന്നുള്ളത്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ മക്കളെ. ആമേ, ദൈവത്തിന്റെ പദ്ധതിയാ. ഫറവോനെ, നീ ചെങ്കടലിന്റെ അവിടെ വരണം. അടുത്തത്, ഫറവോൻ മിസ്രൈമിലെ രാജാവല്ലേ, ഒന്നാമനല്ലേ? നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാച്ചത് കാണാൻ പോവാ. കൊട്ടാരത്തിനകത്ത് വെച്ച് ചോദിച്ചില്ലേ, നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചില്ലേ? നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചില്ലേ? ആ ദൈവം ആരാണെന്ന് തെളിയിക്കണമെങ്കിൽ പുറകെ വരണം. ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ദൈവം ആരാണെന്ന് തെളിയാൻ പോവുക. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുത പ്രവർത്തികൾ, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ പ്രവർത്തികൾ. ആമേ മക്കളെ, പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. നിന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കത്തക്കവണ്ണം ആമേ പുറകെ വരുന്ന ഫറവോന്റെ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് ദൈവ പ്രവർത്തി. മോശേ, നിന്റെ കരത്തിൽ തന്ന വടി നീ എടുക്ക. ആ വടി കരം നീ കടലിലേക്ക് നീട്ട്. മോശ തൻ്റെ കരം നീട്ടി നിൽക്കുമ്പോൾ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ളൊരു കാറ്റടിപ്പിച്ചു. ജനം അക്കരെ എത്തി. എനിക്ക് ഒത്തിരി ഇതിൽ നിന്ന് വിശദീകരിക്കാനുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, സ്തോത്രം, ഒറ്റ കാറ്റടിപ്പിച്ചപ്പോൾ ആരും കണ്ടിട്ടില്ലാത്ത, ആരും നടന്നിട്ടില്ലാത്ത, ആരും പോയിട്ടില്ലാത്ത പാത കടലിന്റെ അടിത്തട്ടിൽ ഒരുക്കി ജനത്തെ അക്കരെ എത്തിച്ച എൻ്റെ കർത്താവ് ഇന്ന് പകൽ ശക്തമായി പറയുക, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ചില വഴികൾ ഓപ്പൺ ആകാൻ പോവുക. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുക. നമുക്ക് വേണ്ടി അത്ഭുത വിടുതൽ വെളിപ്പെടാൻ പോവുക. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത തലത്തില് നമുക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ആരൊക്കെ ഇത് ദൂതാട്ടേറ്റെടുക്കും? ഇത് എന്നോടുള്ള വാഗ്ദത്തമോ? എന്റെ തലമുറയോടുള്ള വാഗ്ദത്തമോ? എന്റെ കുടുംബത്തോടുള്ള വാഗ്ദത്തമോ? Yes, because we rekhavalibsi orikhalavara vaudavala oh rababa judavala ആത്മാവിന്റെ സാന്നിധ്യം. Yes, because he kalabarabasya പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് എന്നോടുള്ള ദൈവത്തിന്റെ ദൂതെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. കാറ്റടിപ്പിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി. വിശദീകരിക്കുന്നില്ല. നമ്മൾ പിന്നെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ വചനമൊക്കെ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 15-8. നോക്കിക്കേ. മോശയും ജനവും ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ
അവർ അറിയാതെ പാടിയ പാട്ടാ അല്ലേ? അവർ നേരത്തെ എഴുതിക്കൊണ്ട് വന്ന പാട്ടാണോ ഇത്? അല്ല. ചെങ്കടലുണ്ടെന്ന് അവർക്ക് അറിയില്ലല്ലോ. അവർ നേരത്തെ എഴുതിക്കൊണ്ടുവന്ന പാട്ടല്ല ഇത്. പക്ഷേ ഈ പ്രതികൂലത്തെ ജയിച്ച് അക്കരെ എത്തിയപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞോ? ഇല്ല. മിരിയാം ഇങ്ങ് തപ്പെടുത്തു. ഒരു കാര്യം പറയാം, കരയാൻ മോശ മാത്രമേ ഉള്ളായിരുന്നു. അഹരോൻ കൂടെ ഉണ്ടായിരുന്നു, ജനം ഉണ്ടായിരുന്നു. ഇവരാരെങ്കിലും കൂടെ ഇരുന്ന് കരഞ്ഞോ? ഇല്ല. മോശ നിലവിളിച്ചെന്നല്ലേ. പക്ഷെ സന്തോഷ സമയം ഇക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ മിരിയാം തപ്പെടുത്തു, കൂടെ ജനം ആരാധിച്ചു. അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അറിയാതെ പാടിയ പാട്ടാ, യഹോവേ നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ. ഇന്നലത്തെ വേദന നാളത്തെ പാട്ടുകളായി മാറാൻ പോവുക. ഇന്നലെ അനുഭവിച്ച കഷ്ടത നാളത്തെ പാട്ടുകളായി നീ എഴുതാൻ പോവുക. ഇന്നലത്തെ സങ്കടങ്ങൾ നാളത്തെ ആനന്ദമായി മാറാൻ പോവുക. വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ? ഇന്ന് അനുഭവിച്ച വേദനകൾ സ്തോത്രം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാവിൽ തരുന്ന ദൈവിക ദൂതുകൾ നീ എഴുതിയിടും മക്കളെ. അത് നാളത്തെ പ്രവചനങ്ങളായി വെളിപ്പെടും. ഉടബല റിബലബര ഘടകധുര അസ്തുരാധരാധന പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ശക്തമായി ഇടപെടുന്നു. ചില പാട്ടുകൾ നീ എഴുതാൻ തയ്യാറാകുക. ചില പാട്ടുകൾ നീ എഴുതാ. ശക്തമായി ഏറ്റെടുക്കും. നീ പാട്ട് എഴുതാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ഏറ്റെടുക്ക മക്കളെ. പാട്ടുകൾ എഴുതാൻ റെഡിയാവ്. പാട്ടുകൾ എഴുതാൻ റെഡിയാകുക. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ. ഇവർ നൃത്തം ചെയ്ത് ആരാധിക്കുക. ഇവരിങ്ങനെ ഒരുമിച്ചങ്ങോട്ട് നൃത്തം ചെയ്ത് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇവരെ മുന്നോട്ട് വിടാത്ത ശക്തികൾ മുന്നിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. എല്ലാവരും പേടിച്ചിരിക്കുക. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചെങ്കടൽ ഉണ്ടാവുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുക. ഒരു കൂട്ടം ജാതിക ശക്തികളോടെ നിൽക്കുക. അടുത്തതും ഈ ജനത്തെ മുന്നോട്ട് വിടത്തില്ല. പക്ഷേ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ കണ്ടോണ്ടോ, പുറകിൽ വരുന്ന ഫറവോനെ കണ്ടോണ്ടോ, ഇതൊന്നും കണ്ടിട്ടല്ല ഇവർ ആരാധിക്കുന്നത്. ഇവർ എന്തിനാ ആരാധിക്കുന്നത്? ഇവർ ആരാധിക്കുന്നത് ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വിടുവിച്ച, എൻ്റെ ജീവിക്കുന്ന ദൈവത്തെ ഇവർ ആരാധിക്കുക. ജീവനുള്ളവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ മക്കളെ? ഇല്ല. ആമേൻ. നമുക്ക് മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. അവരിങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇവരിങ്ങനെ ശക്തമായി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 14-ാം വാക്യം വായിക്കുന്നു. എന്താ? ആരാധനയുടെ ശക്തി കണ്ട് ജാതികൾ കേട്ടു നടുങ്ങുന്നു. ഫെലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. യദോമ്യ പ്രമുഖന്മാർ ഭ്രമിച്ചുപോയി. മോവാബ്യർക്ക് കമ്പം പിടിച്ചു. കനാന് നിവാസികൾ ഉരുകിപ്പോയി. ഭയവും ആരാധനയുടെ പവറാ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. ആരാധിക്കുന്ന ദൈവജനത്തിന്റെ തലമുറയെ ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. ആരാധിക്കുന്ന ദൈവ പൈതലിന്റെ കുടുംബത്തെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റത്തില്ല. ചിലർ ഭയപ്പെടാൻ പോവോ?
എനിക്ക് ആരാധിപ്പിക്കാൻ ഇഷ്ടമാണ്. ജനത്തിൻ്റെ ആരാധന ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. പക്ഷേ സമയം പെട്ടെന്ന് പോവാ. ഒറ്റ കാര്യം, ഒന്ന് സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, ദൈവകൃപ നിൽക്കുന്ന ഒരു പൈതലിനെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യഹോവയുടെ മൂക്കിലെ ശ്വാസം കാണാൻ പറ്റുമോ? ശ്വാസത്തെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ആമേൻ, ജനത്തിനു വേണ്ടി കർത്താവ് ഒരു ശ്വാസം അയച്ചപ്പോൾ ചെങ്കടലിനെ രണ്ടാക്കി ജനത്തിന് പാതയൊരുക്കിയ ശക്തി യഹോവയുടെ മൂക്കിലെ ശ്വാസത്തിനുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ദൈവാത്മ പറയുന്നു, ആ ശ്വാസം നിന്റെ മേൽ വെളിപ്പെടുകയോ, ആ ശ്വാസം നമ്മുടെ തലമുറമേൽ വെളിപ്പെടുകയോ, ആ ശ്വാസം നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുകയോ, ആ ശ്വാസം നമ്മുടെ സഭയിൽ വെളിപ്പെടുകയോ. ആത്മശക്തിയ, ആത്മസാന്നിധ്യ, ആത്മസാന്നിധ്യം വ്യാപരിക്കുക, ആത്മസാന്നിധ്യം വ്യാപരിക്കുക, ആത്മസാന്നിധ്യം വ്യാപരിക്കുക, ദൈവശക്തി വ്യാപരിക്കുക യേശുവിന്റെ നാമത്തിൽ. യഹോവയുടെ മൂക്കിലെ ശ്വാസത്താൽ ചെങ്കടൽ രണ്ടായി. 106 സങ്കീർത്തനം 9 വാക്യം. 106 സങ്കീർത്തനം 9 വാക്യം വായിക്കാം. ആമേൻ. ഇവിടെ ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദിന് കിട്ടിയ വെളിപ്പാടാ. എന്താ? യഹോവയുടെ ശാസനയാൽ ചെങ്കടൽ രണ്ടായി. നോക്കിക്കേ, അത് ഉണങ്ങിപ്പോയി. നോക്കിക്കേ, ഈ മോശയും ജനവും ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോൾ കർത്താവ് ചെങ്കടലിനെ ശാസിച്ചു. ഇത് ദാവീദിന് അറിയാം അല്ലേ? കർത്താവും ദൈവമായവൻ ശാസിക്കേണ്ടതിനെ ശാസിച്ചാൽ വിടുതലാണെന്ന് ആർക്കറിയാം? കർത്താവിന് അറിയാം. ദാവീദിനറിയാം. ദാവീദിന് എങ്ങനെ അറിയാം? ദാവീദ് ഒരിക്കൽ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പരാജയം അല്ലേ? പരാജയം വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇനി എനിക്ക് പറ്റില്ല, ഇനി ഞാൻ ആ മത്സരത്തിന് പോകുന്നില്ല, ഇനി ഞാൻ എക്സാം എഴുതത്തില്ല, ഇനി എനിക്ക് ഇൻ്റർവ്യൂവിന് പോകത്തില്ല, ഇനി എനിക്ക് പറ്റില്ല, മാറിയിരിക്കും അല്ലേ? സ്തോത്രം. പക്ഷേ ദാവീദ് യുദ്ധത്തിന് പോയി പരാജയപ്പെട്ടപ്പോൾ താൻ ആയുധം കൊണ്ട് താത്ത് മാറ്റിവെച്ചോ? താൻ ആയുധം മാറ്റിവെച്ചോ? ഇല്ല. സ്തോത്രം. സങ്കീർത്തനം 68 30 വാക്യം തോന്നുന്നു. 68 സങ്കീർത്തനം 30 വാക്യം. ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ട ജന്തുവിനെയും അല്ലേ? അതെ, ദാവീദ് യുദ്ധത്തിന് പോയി പരാജയപ്പെട്ട ആയുധം മാറ്റിവെച്ചില്ല. പക്ഷെ ദാവീദ് പറയുകയോ, എന്താ പറഞ്ഞേ? ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ട ജന്തുവിനെയും ജാതികൾ വെള്ളിവാണങ്ങളോട് കൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും ശാസിക്കണമേ. ഞങ്ങളെ മുന്നോട്ട് വിടാത്ത ദുഷ്ടശക്തികൾ. വല്ലോന്റെയും പശുവിനെയും കാളയും ശാസിക്കാനാണോ ദാവീദ് പറഞ്ഞേ? അല്ല, അതല്ല പറഞ്ഞേ. ദാവീദ് പ്രാർത്ഥിച്ചത് അതല്ല. ഞങ്ങളെ മുന്നോട്ട് വിടാത്ത ദുഷ്ടശക്തികൾ, ഞങ്ങളെ മുന്നോട്ട് വിടാത്ത അന്യ ആരാധനകൾ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആഭിചാര ശക്തികൾ, ദുർസേവകൾ, അതിന്റെ കർത്താവേ നീ ശാസിക്കണമേ. ഞാൻ സ്തോത്രം, അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സമയം പോവുക. ഇതേ, ഞങ്ങൾ കല്ലാറുട്ടിക്കടുത്ത് മാങ്കടവ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഹോൾ നൈറ്റ് പ്രെയർ വെച്ചു. അവിടെ 3 ഏക്കർ വസ്തുവിനകത്താണ് ഞങ്ങൾ പാർക്കുന്നത്. ഒരു മദ്രാസിലെ സാറിൻ്റെ അത്. ഈ 3 ഏക്കർ വസ്തുവിനകത്ത് മൊത്തം കൃഷിയാണ്. പുല്ലും
എന്താ പറയുക, കാപ്പി കൊക്കോ അതെല്ലാം പാട്ടം കൊടുക്കും അവിടെ. അപ്പോൾ ഈ പുല്ല് പാട്ടം കൊടുത്തേക്കുന്ന അവിടെ അടുത്തുള്ളൊരു അമ്മച്ചിക്കാണ്. വലിയ കുടുംബത്തിലെ അമ്മയാണ്, അവരൊക്കെ കൃഷി ജീവിക്കുന്നവരല്ലേ. ഈ പുല്ലമ്മച്ചി എന്നും ആമേൻ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ പുല്ല് പറിക്കാൻ വരുമ്പോൾ ഞാൻ അടുത്തോട്ട് ചെല്ലും. കാരണം എനിക്ക് ഈ 3 ഏക്കർ വസ്തുവിനകത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്, പേടിയാണ്. അമ്മയോട് ചെന്നിരുന്ന് കാര്യം പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായി. അപ്പം ഒരു ദിവസം വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഓൾ നൈറ്റ് പ്രയർ ആയതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, റീജ എവിടാ? ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥനയുണ്ട്, അവർക്ക് വരുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. എൻ്റെ മുഖത്ത് നോക്കി പെട്ടെന്ന് പറയുക, പ്രാർത്ഥിക്കുന്നോളാം, പതിയെ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണം. ഓർത്തഡോക്സ് പള്ളിയിൽ അമ്മച്ചി. ഞാൻ പറഞ്ഞു, ഓക്കെ അമ്മ, ഞാൻ വരുന്ന പാസ്റ്റർമാരോട് പറയാം പതുക്കെ പ്രാർത്ഥിക്കാൻ. പക്ഷേ ദൈവദാസന്മാരൊക്കെ വന്നു. ഹൈറേഞ്ചിൻ്റെ പ്രത്യേകത, ഈ ദൈവദാസന്മാരൊക്കെ ഭയങ്കര ആരാധിക്കുന്നവരാണ്. ഇവിടെ വന്നു ഒരു 12 മണി, വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന രാത്രി ഒരു 12 മണിയായപ്പോഴത്തേക്ക് ഭയങ്കര ആരാധന നടക്കുക. ഈ ആരാധന വരുമ്പോഴൊക്കെ എൻ്റെ നെഞ്ചിടിക്കുക, കർത്താവേ പേടിയാണ്, ദൈവം ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിട്ട് നമുക്ക് പോകാൻ ഇടമുണ്ടോ? പ്രാർത്ഥന അതിശക്തമായി, അന്ന് വരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം നിൽക്കുക. ഭയങ്കര ആരാധന. ഒരു 6 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞു, എല്ലാവരും കാപ്പി കുടിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ അമ്മച്ചി ഓടി വന്നിട്ട് എന്നെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, ഇന്ന് 12 മണിക്കകം നിങ്ങൾ ഇവിടുന്ന് പോകണം. ദൈവമേ, ഞാൻ ഒന്നും വേണ്ടില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോയി. ഞങ്ങൾ അതിന് വേണ്ടുന്ന നടപടികളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ റൂമിലോട്ട് കയറി ദൈവസന്നിധി കരയാൻ തുടങ്ങി. കർത്താവെ, പോകാനിടയില്ല, ഞങ്ങൾക്ക് കൊട്ടാരക്കരയ്ക്ക് വരണമെങ്കിൽ അന്നത്തെ കാലത്ത് വണ്ടിക്കൂലിയില്ല, കുറച്ച് സാധനമുള്ളൂ, ചാക്കിനകത്ത് വാരിക്കെട്ടി ബസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇട്ട് വരാം. പക്ഷെ എങ്ങനെ വരും? ഞങ്ങളുടെ വിശ്വാസികളൊക്കെ മലമണ്ടയ്ക്ക. അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞ് ഉരുവിട്ട വചനമാണ് ഇത്. വചനത്തിന് ഭയങ്കര പവറാണ്. ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ട ജന്തുവിനെയും എന്നെ ചിന്തിപ്പിച്ചത് ഇതാണ്, ജാതികൾ വെള്ളിവാണങ്ങളോട് കൂടെ വന്ന് കീഴടങ്ങും വരെ. മക്കളെ, ഈ വചനത്തിന്റെ പവർ. ജാതികൾ കീഴടങ്ങണം. പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ മുന്നിൽ ജാതികൾ കീഴടങ്ങും വരെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ജാതികൾ കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും അവരുടെ പശുക്കിടാങ്ങളെയും ശാസിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നങ്ങ് ഉറങ്ങി. രാത്രി മൊത്തം ഇരുന്നല്ലേ. 12 മണിയായി, 2 മണിയായി, 3 മണിയായി, 5 മണിയായി, ആരെയും കണ്ടില്ല. ഞങ്ങൾക്ക് കേൾക്കാം, ഇച്ചിരി ദൂരം അവർ താമസിക്കുന്നത്. പശുക്കൾ ഇങ്ങനെ കരയുന്ന കേൾക്കാം, ഇങ്ങനെ പശു കരയുക. അപ്പോഴൊക്കെ ഞങ്ങളുടെ ചിന്ത, ഇനി ഞങ്ങൾക്ക് പോകാം, ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ അവിടെ തന്നെ നിന്നു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് അതേ സമയം അമ്മ ഓടി വരിക. ഞങ്ങളുടെക്ക് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിലും ഞാൻ ഉറങ്ങിയില്ല. എന്താ അമ്മ? പശു കരച്ചിലായിരുന്നു. മൃഗഡോക്ടറെ കൊണ്ടുവന്നു, അതിന് വേണ്ടുന്ന എല്ലാം ചെയ്തു, പശുവിൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല. പ്രാർത്ഥിച്ച് ഇച്ചിരി വെള്ളം കൊടുക്കാവോ? സ്തോത്രം. ഞങ്ങൾ 2 പേരും ചെന്ന് പ്രാർത്ഥിച്ച് പശുവിന് വെള്ളം കൊടുത്തു. പശുവിൻ്റെ കരച്ചിൽ നിന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ അമ്മയും മക്കളും ഈ ആലയത്തിനകത്ത് കടന്നു വന്നു. ജാതികൾ വെള്ളിവാണങ്ങളോട് കൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും യഹോവേ നീ ശാസിക്കണമേ. ദൈവത്തിന് പ്രവർത്തിക്കാൻ സെക്കൻഡുകൾ മതി. നമുക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളികൾ, നമുക്കെതിരെ നിൽക്കുന്ന ശക്തികൾ, നമ്മളെ തകർക്കുന്ന അന്ധകാര മേഖലകൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ നീ ശാസിച്ച വിടുതല, നീ ശാസിച്ച വിടുതല, നീ ശാസിച്ച വിടുതല. യെസ് ബി ഖറവസിയ ജൂഡമല ശക്തമായി പറ, നീ ശാസിച്ച വിടുതല കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചില വിഷയത്തെ ശാസിക്കട്ടെ. ജൂഡമല റിബലബര ഗഡഗദുന ഗഡഗദുര ബാലബര അസ്തുരാധരാധന. ഹല്ലേലൂയ. ഒന്ന് കാറ്റടിപ്പിച്ചപ്പോൾ ചെങ്കൽ 2 യഹോവയുടെ മൂക്കിലെ ശ്വാസത്താൽ, 3 യഹോവയുടെ ശാസനയാൽ, 4 ആമേൻ യെശയ്യാവ് 63:12 അവിടെ വായിക്കുന്നു, യഹോവയുടെ മഹത്വമുള്ള ഭുജത്താൽ മോശ തന്റെ കരം കടൽമേൽ നീട്ടി നിൽക്കുമ്പോൾ ആ മോശയുടെ
കരത്തിലേക്ക് ഇറങ്ങി വന്ന യഹോവയുടെ മഹത്വമുള്ള ഭുജം. അസാധ്യമായ വിഷയത്തിലേക്ക് ആ കരമൊന്ന് നീട്ടിക്കേ. ആ കരത്തിൽ ഇറങ്ങി വന്ന യഹോവയുടെ മഹത്വമുള്ള ഭുജം, ആ ഭുജം ജയത്തിന്റെ ഭുജമാ, അത് വിടുതലിന്റെ ഭുജമാ, അത് രക്ഷയുടെ ഭുജമാ, അത് താങ്ങുന്ന ഭുജമാ. ആമേൻ, അത് ജയത്തിന്റെ ഭുജമാ. ആ ഭുജം യഹോവയുടെ മഹത്വമുള്ള ഭുജം. അപ്പം കാറ്റടിപ്പിച്ചു, ശ്വാസിച്ചു, മൂക്കിലെ ശ്വാസം അയച്ചു, യഹോവയുടെ ഭുജം വന്നു. ഇതിലെ ഏതാ ശരിയെന്ന് വെച്ചാൽ ഏതാ ശരി? ഏതാ ശരി? എല്ലാം ശരിയാ. ചരിത്രം എഴുതുമ്പോൾ പുറമേ ഉള്ളതൊക്കെ എഴുതും, പക്ഷെ ദൈവദാസന്മാർ അതിൻ്റെ വെളിപ്പാടിനാൽ എഴുതി യഹോവയുടെ ഭുജത്താൽ. വായിച്ച വാക്യം ഞാൻ നിർത്തുക. യഹോവേ, യഹോവയുടെ ഭുജമേ ഉണരുക, യഹോവയുടെ ഭുജമേ ഉണരുക. എന്തിനാ പ്രാർത്ഥിച്ചേ? ഞങ്ങളെ മുന്നോട്ട് വിടാത്ത ദുഷ്ടശക്തികൾ. ഇതാരാ കാണുന്നേ? യെശയ്യാവാ. യെശയ്യാവെന്നുണ്ടോ? മോശയുടെ കാലത്തുണ്ടോ? ഇല്ല. പക്ഷെ യെശയ്യാവ് വെളിപ്പാടിലല്ലേ എഴുതിയേ? വെളിപ്പാടിലാ എഴുതിയേ. മോശയ്ക്കും ജനത്തിനും വിരോധമായി നിൽക്കുന്ന മഹാസർപ്പം, മോശയ്ക്കും ജനത്തിനും വിരോധമായിരിക്കുന്ന വലിയ രഹബ്, ഇതിനെ വാളുകൊണ്ടും കുന്തം കൊണ്ടും തകർക്കാൻ പറ്റില്ല. പക്ഷേ യഹോവയുടെ ഭുജം ഇറങ്ങി അതിൻ്റെ തലയെ തകർത്തു. യഹോവയുടെ ഭുജം ഇറങ്ങി അതിനെ വെട്ടി. അങ്ങനെയെങ്കിൽ ആമേൻ, നമുക്കും പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പരാജയപ്പെടുത്തുന്ന, നമ്മുടെ കുടുംബത്തെ ക്ഷീണിപ്പിക്കുന്ന, നമ്മുടെ ബിസിനസ്സിനെതിരെ നിൽക്കുന്ന, നമ്മുടെ ജോലി മേഖല തകർക്കുന്ന, നമ്മുടെ ആത്മീയ മേഖലകളെ മുന്നോട്ട് വിടാത്ത രഹബിന്റെ ശക്തിയെ തകർക്കുന്ന യഹോവയുടെ ഭുജം. ഉടവല ബരിവരെ കേട്ട തുരവരവരവ ശബ്ദുരാധന. സ്വതന്ത്രം. ഇവിടെ യെശയ്യാവ് പ്രാർത്ഥിച്ചത് അങ്ങനെ, യഹോവയുടെ ഭുജമേ. വേണമെങ്കിൽ യെശയ്യാവിന് പ്രാർത്ഥിക്കാം, യഹോവേ ഉണരുക, അല്ലേ? യഹോവേ ഉണരുക. പക്ഷെ യെശയ്യാവ് എന്താ പ്രാർത്ഥിച്ചേ? യഹോവയുടെ ഭുജമേ, യഹോവയുടെ ഭുജമേ. യെശയ്യാവ് ആരോടായി പ്രാർത്ഥിക്കുന്നത്? വേഗത്തിൽ നിർത്താം. യെശയ്യാവ് ആരോടായി പ്രാർത്ഥിക്കുന്നത്? ഞാൻ ആ വചനഭാഗം ഒന്ന് പറഞ്ഞു വിടാം. നിങ്ങൾ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുത്തോ, കാരണം നമുക്ക് വചനമെല്ലാം വായിക്കാനുള്ള സമയം. ആമേൻ, സ്തോത്രം. അവിടെ യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 30-ാമത്തെ വാക്യം, യെശയ്യാവ് 30:30. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: അവതരിച്ച ഭുജം. യഹോവ അവതരിച്ചെന്നല്ല പറഞ്ഞത്, പിന്നെ അവതരിച്ച ഭുജം. 2 യെശയ്യാവിൻ്റെ പുസ്തകം 52-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. യെശയ്യാവ് 52:10. അവിടെ വായിക്കുന്നു: സകല ജാതികളും കാണുക, യഹോവ തൻ്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കി. നമുക്ക് ടൈറ്റിൽ കൊടുക്കാം: 1 അവതരിച്ച ഭുജം, 2 നഗ്നമാക്കപ്പെട്ട ഭുജം, 3 59-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവിടെ വായിക്കുന്നു: രക്ഷ വരുത്തിയ ഭുജം, രക്ഷ വരുത്തിയ ഭുജം. 4 40-ാം അധ്യായം 10-ാം വാക്യം, 40-ാം അധ്യായം 10-ാം വാക്യം. അവിടെ വായിക്കുന്നു: ഭരിക്കാൻ പോകുന്ന ഭുജം. 1 അവതരിച്ച ഭുജം, 2 നഗ്നമാക്കപ്പെട്ട ഭുജം, 3 രക്ഷ വരുത്തിയ ഭുജം, 4 ഭരിക്കാൻ പോകുന്ന ഭുജം. ഇങ്ങനെ ഒരു വ്യക്തിത്വ പ്രവാഹം ഈ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടെങ്കിൽ അത് ആരാ? എന്റെ യേശു ക്രിസ്തുവാ. യേശുവേ, നീയല്ലേ രഹബിനെ വെട്ടിയത്? യേശുവേ, നീയല്ലേ മഹാസർപ്പത്തെ കുത്തിയത്? അതുകൊണ്ട് യേശുവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഉണരണമേ. എത്ര പേര് അതുകൊണ്ടാ പറഞ്ഞേ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. യെശയ്യാവിന് മോശയ്ക്ക് തകർത്തൂടായിരുന്നോ? മോശയ്ക്ക് സർപ്പത്തെ തകർക്കാമായിരുന്നോ?
തകർക്കാമായിരുന്നു. വാക്തത്വം കിടപ്പുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കോ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, യേശുവേ നീ ഒന്ന് ഉണരണമേ, യേശുവേ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉണരണമേ, യേശുവേ എൻ്റെ ജോലി മേഖലകൾ ഉണരണമേ. ഞങ്ങളെ മുന്നോട്ട് വിടാത്ത രഹബ് ഞങ്ങളുടെ വാക്തത്വത്തിന് വിരോധമായി നിൽക്കുന്നു, ഞങ്ങളുടെ തലമുറയ്ക്ക് വിരോധമായി നിൽക്കുന്നു, ഞങ്ങളുടെ നല്ല പ്രവർത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നു. രഹബിന്റെ ശക്തി നീ തകർക്കണം. 2025 വർഷങ്ങൾക്ക് മുൻപ് ഒരു കന്യകയുടെ അകത്ത് ജഡത്തിൽ അവതരിച്ച് വെളിപ്പെട്ട യേശുവിനെ അല്ലേ അവതരിച്ച ഭുജമെന്ന് യെശയ്യാവ് പറയുന്നത്. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലഘട്ടത്തിൽ 1000 ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് പരിഹാരം വരുത്തുവാൻ കഴിയാതെ പോയപ്പോൾ കാൽവറി ക്രൂശിൽ ഉടുവസ്ത്രം അഴിച്ചെടുത്ത് പരസ്യമായി നഗ്നമാക്കപ്പെട്ട യേശുവിനെ അല്ലേ നഗ്നമാക്കപ്പെട്ട ഭുജമെന്ന് യെശയ്യാവ് പറയുന്നത്. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് വരാവോ? ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് രക്ഷ വരുത്തുവാൻ അധമ പാതാളത്തിൽ ഇരയായ ആടുകളെ പോലെ പിശാചിന്റെ പിടിയിൽ അമർന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ മറ്റവതാര പുരുഷന്മാർക്കോ കഴിയാതെ പോയപ്പോൾ പാപത്തിന്റെ കുഴിയിൽ കിടക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ദൈവക്രോധാഗ്നിയിലേക്ക് ചാടിയിറങ്ങി രക്ഷിച്ച രക്ഷിതാവിനെ അല്ലേ രക്ഷ വരുത്തിയ ഭുജമെന്ന് പറയുന്നത്. അധികം താമസിക്കാതെ നമ്മുടെ ദൈവത്തിന് വേണ്ടി ഭരിക്കാൻ പോകുന്ന യേശുവിനെ അല്ലേ ഭരിക്കാൻ പോകുന്ന ഭുജമെന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. അങ്ങനെയെങ്കിൽ സ്തോത്രം കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഉണരണമേ. യേശുവേ ഞങ്ങൾക്ക് വേണ്ടി ഉണരണമേ. ഒറ്റ കാര്യം കൂടെ ഞാൻ നിർത്തുക. ആബീബ് മാസം ഈ വചനം ആമേൻ നമ്മളത് ഏറ്റെടുത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ആബീബ് മാസം 10-ാം തീയതി മാറ്റിക്കെട്ടിയ ഒരു ഊനമില്ലാത്ത ആട് 14-ാം തീയതി അറുത്ത് അതിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ജനം വന്നപ്പോൾ അവർക്ക് വിരോധമായി നിന്ന രഹബിനെ വെട്ടിയെങ്കിൽ, അവർക്ക് വിരോധമായി നിന്ന മഹാസർപ്പത്തെ കുത്തിയെങ്കിൽ, സ്വന്തം ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത എനിക്കും നിനക്കും വിരോധമായി നിൽക്കുന്ന സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന എൻ്റെ കർത്താവിന്റെ കരമിറങ്ങാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ കരങ്ങളെ അടിച്ചുകൊണ്ട് പറ, മഹാദുഷ്ട ശക്തിയെ തകർക്കുന്ന യഹോവയുടെ ഭുജം. ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന പൈശാചിക